വോട്ട് കുറഞ്ഞാൽ കത്തിയാളുന്നതാണ് തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വൈര്യം. കൊല്ലം കടക്കലിൽ നിന്ന് അത്തരമൊരു പ്രതികാരത്തിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ തേനീച്ച കർഷകന്റെ തേനീച്ചക്കൂട് നശിപ്പിച്ചതാണ് പകവീട്ടിയത്. തേനീച്ചകളെ വിഷദ്രാവകം തെളിച്ച് കൊല്ലുകയും ചെയ്തു. CPI വിട്ട് CPM-ൽ ചേർന്ന ഗോപകുമാറിന്റെ തേനീച്ച കൃഷിയാണ് വോട്ടിന്റെ പേരിൽ മനസാക്ഷിയില്ലാതെ തകർത്തത്. സംഭവത്തിൽ കടക്കൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CPI-ൽ നിന്ന് CPM-ലേക്ക് ചേക്കേറിയ കടക്കൽ സ്വദേശി ഗോപകുമാർ തേനീച്ച കർഷകനാണ്. മുൻ MLA-യും കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റുമായ R. ലതാദേവിയുടെ പുരയിടത്തിലായിരുന്നു ഗോപകുമാർ കൃഷി നടത്തിയിരുന്നത്. അവയാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ഇട്ടിവ പഞ്ചായത്തിൽ CPI ജില്ലാ കൗൺസിൽ അംഗമടക്കമുള്ളവർ പരാജയപ്പെട്ടിരുന്നു. പരാജയ കാരണത്തെക്കുറിച്ച് ഗോപകുമാറിന്റെ അടക്കം പേരുകൾ ഉദ്ധരിച്ച് പാരഡി ഗാനവും ഒരു വിഭാഗം പുറത്തിറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് തേനീച്ചക്കൂട് ആക്രമിച്ചത്. എന്റെ വ്യക്തിപരമായിട്ട് പല തവണയും എനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില സഖാക്കള് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. വാർത്ത അങ്ങനെ ചെയ്യുന്നതിന്റെ കൂടുകൾ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആരോപണം പണി പുറകെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. എന്തോ കീടനാശിനിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 50,000-ഓളം വരെ തേനീച്ചകളാണ് ഒരു കൂട്ടുള്ളത്. അവരെല്ലാം ചത്ത് കൂട്ടമായിട്ട് കിടക്കുകയാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അടിയടിച്ചാൽ നമ്മളത് കൊള്ളും. പക്ഷേ നമ്മുടെ ചോറിൽ മണ്ണ് വാരിയിടുന്ന രീതിയിലാണ് ഈ പാവം മിണ്ടാപ്രാണികളെ കൊന്നത്. ഇതിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. പാരഡി ഗാനത്തിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയതിനെതിരെ ഗോപകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇക്കാരണങ്ങളാകാം തേനീച്ച കൃഷി നശിപ്പിക്കാൻ കാരണമെന്നാണ് ഗോപകുമാറിന്റെ പരാതി. സംഭവത്തിൽ കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.